നമ്മളെല്ലാവരും റോൾസ് റോയ്സ് എന്ന പേര് കേട്ടിട്ടുണ്ട് അല്ലേ? ആഡംബരത്തിന്റെ ഒരു അവസാന വാക്ക്. പക്ഷേ ഈ ലോകപ്രശസ്ത കാറിന് പിന്നിൽ ഒരിക്കലും ഒന്നിക്കുമെന്ന് നമ്മൾ കരുതാത്ത രണ്ടുപേരുടെ ഒരു കഥയുണ്ട്. അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. റോൾസ് റോയ്സ് എന്ന പേരിന് പിന്നിൽ രണ്ടുപേരാണുള്ളത്. പക്ഷെ ഇവർ തമ്മിൽ യാതൊരു സാമ്യവും ഉണ്ടായിരുന്നില്ല. ഒരാൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച് സ്കൂളിലാകെ ഒരു വർഷം മാത്രം പോകാൻ കഴിഞ്ഞ ഒരാൾ. മറ്റൊരാളോ ഒരു പ്രഭുവിന്റെ മകൻ, കേംബ്രിഡ്ജിലൊക്കെ പഠിച്ച് ബ്രിട്ടനിൽ ആദ്യമായി കാർ വാങ്ങിയവരിൽ ഒരാൾ. അപ്പോ എങ്ങനെയാണ് ഇവർ ഒരുമിച്ചത്, അല്ലേ? അപ്പോ നമുക്ക് ആദ്യം ഹെൻറി റോയ്സിന്റെ കഥയിലേക്ക് കടക്കാം. അദ്ദേഹത്തിന്റെ ജീവിതം ശരിക്കും കഷ്ടപ്പാടുകൾ കൊണ്ട് വാർത്തെടുത്ത ഒന്നായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. 9-ാം വയസ്സിൽ പത്രം വിറ്റ് നടക്കേണ്ടി വരിക, കുടുംബം പാപ്പരാവുക, അച്ഛൻ മരിക്കുക. ഇതൊക്കെയായിരുന്നു ഹെൻറി റോയ്സിന്റെ കുട്ടിക്കാലം. സ്കൂളിൽ പോകാൻ പോലും ശരിക്കു സാധിച്ചില്ല. ആകെ ഒരു വർഷമാണ് അദ്ദേഹത്തിന് ഔദ്യോഗികമായി പഠിക്കാൻ കഴിഞ്ഞത്. ജീവിതം ശരിക്കും അദ്ദേഹത്തെ ഒരു പോരാളിയാക്കി മാറ്റുകയായിരുന്നു, വളരെ ചെറുപ്പത്തിൽ തന്നെ. പക്ഷേ ഈ കഷ്ടപ്പാടുകളൊന്നും റോയ്സിനെ തളർത്തിയില്ല. സത്യം പറഞ്ഞാൽ അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. സ്കൂളിൽ പോകാൻ പറ്റിയില്ലെങ്കിലെന്താ, കിട്ടുന്ന ഒഴിവ് സമയത്തെല്ലാം അദ്ദേഹം സ്വന്തമായി പഠിക്കാൻ തുടങ്ങി. ഓൾജിബ്ര, ഫ്രഞ്ച്, പിന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇതൊക്കെ അദ്ദേഹം ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്കു പഠിച്ചെടുത്തു. അങ്ങനെ ഒരാളായിരുന്നു റോയ്സ്. അപ്പോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് എങ്ങനെയാണ് റോയ്സ് കാറുകളിലെത്തിയത്? അതൊരു രസകരമായ കഥയാണ്. 22-ാം വയസ്സിൽ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങിയ അദ്ദേഹം ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങി. പക്ഷേ അതിന്റെ ക്വാളിറ്റി വളരെ മോശമായിരുന്നു. എപ്പോഴും എന്തെങ്കിലും പ്രശ്നം. അപ്പോൾ സാധാരണ നമ്മൾ എന്തു ചെയ്യും? ഒന്നുകിൽ അത് വിൽക്കും, അല്ലെങ്കിൽ സഹിക്കും. പക്ഷേ റോയ്സ് അങ്ങനെയല്ലായിരുന്നു. അദ്ദേഹം തീരുമാനിച്ചു, എനിക്കിതിലും നല്ലൊരു കാർ ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു വാശിയിൽ നിന്നാണ് 1904-ൽ ആദ്യത്തെ റോയ്സ് കാറ് പിറക്കുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് റോയ്സിന്റെ കഥ. ഇനി നമുക്ക് ഈ കൂട്ടുകെട്ടിലെ രണ്ടാമത്തെയാളെ പരിചയപ്പെടാം, ചാൾസ് റോൾസ്. റോയ്സിന്റെ ജീവിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ റോൾസിന്റെ ജീവിതം നേരെ മറിച്ചായിരുന്നു. ചാൾസ് റോൾസ് ജനിച്ചത് തന്നെ ഒരു പ്രഭു കുടുംബത്തിലാണ്. പഠിച്ചത് കേംബ്രിഡ്ജില്. അന്ന് കാറൊക്കെ വളരെ അപൂർവമായിരുന്ന ഒരു കാലമാണ്. ആ സമയത്ത് കേംബ്രിഡ്ജിൽ ആദ്യമായി ഒരു കാർ സ്വന്തമാക്കിയ വിദ്യാർത്ഥി റോൾസ് ആയിരുന്നു. എഞ്ചിനുകളോടുള്ള ഇഷ്ടം കാരണം അദ്ദേഹത്തിന് ഡേർട്ടി റോൾസ് എന്നൊരു വിളിപ്പേര് പോലും ഉണ്ടായിരുന്നു. പിന്നീട് ബ്രിട്ടനിലെ ആദ്യത്തെ കാർ ഡീലർഷിപ്പുകളിലൊന്നു തുടങ്ങിയതും അദ്ദേഹം തന്നെ. അപ്പോ റോൾസ് വെറുമൊരു പണക്കാരനായ കാർ ഡീലർ ആയിരുന്നില്ല. അദ്ദേഹത്തിന് സ്പീഡിനോടും സാഹസികതയോടും ഭയങ്കര ക്രേസ് ആയിരുന്നു. കാറുകൾ, വിമാനങ്ങൾ, അന്നതൊക്കെ പുതിയ ടെക്നോളജിയാണ്. അതിന്റെയൊക്കെ ഭാവി എന്തായിരിക്കുമെന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു പൈനിയറായിരുന്നു അദ്ദേഹം. അപ്പോ ഒരു വശത്ത് കഷ്ടപ്പെട്ട് സ്വന്തം കാർ നിർമ്മിച്ച റോയ്സ്, മറുവശത്ത് കാറുകൾ വിൽക്കുകയും പറപ്പിക്കുകയും ചെയ്യുന്ന സാഹസികനായ റോൾസ്. ഇവർ രണ്ടുപേരും എങ്ങനെ കണ്ടുമുട്ടി? അതിന് കാരണമായത് ഒരു കോമൺ ഫ്രണ്ടാണ്. റോയ്സിന്റെ പുതിയ കാർ കണ്ട ആ സുഹൃത്തിന് തോന്നി, ഇത് റോൾസ് എന്തായാലും കാണണം. അങ്ങനെയാണ് ആ ചരിത്രപരമായ മീറ്റിംഗിന് കളമൊരുങ്ങുന്നത്. അവർ തമ്മിൽ കാണുമ്പോഴുള്ള വ്യത്യാസം നോക്കൂ. റോയ്സിന് 41 വയസ്സ്, റോൾസിന് വെറും 26. ഒരാൾ സ്വയം പഠിച്ചെടുത്ത എഞ്ചിനീയർ, മറ്റൊരാൾ കേംബ്രിഡ്ജിൽ പഠിച്ചത്. ഒരാൾ സാധാരണക്കാരൻ, മറ്റൊരാൾ പ്രഭുകുമാരൻ. എവിടെ നോക്കിയാലും വ്യത്യാസങ്ങൾ മാത്രം. അപ്പോ സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കും, ഇങ്ങനെയുള്ള രണ്ടുപേർക്ക് എങ്ങനെ ഒരുമിച്ച് മുന്നോട്ടു പോകാൻ പറ്റും? അവർക്ക് സംസാരിക്കാൻ എന്തെങ്കിലും കോമൺ ആയിട്ടുണ്ടാകുമോ? ആ മീറ്റിംഗ് ഒരു പരാജയമായിരിക്കുമോ? പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. റോയ്സിന്റെ കാർ ഓടിച്ചു നോക്കിയ റോൾസ് കുറച്ചു മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഒരു തീരുമാനമെടുത്തു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുണ്ടാക്കുന്ന എല്ലാ കാറും ഞാൻ വിറ്റോളാം. അത്രയ്ക്ക് ഇംപ്രസ്ഡായി അദ്ദേഹം. കാരണം അവരുടെ പശ്ചാത്തലം വ്യത്യസ്തമായിരുന്നെങ്കിലും അവർക്ക് പൊതുവായി ഒന്നും ഉണ്ടായിരുന്നു: ക്വാളിറ്റിയോടുള്ള ഇഷ്ടം, നല്ല എഞ്ചിനീയറിംഗിനോടുള്ള ബഹുമാനം. ആ ഒരൊറ്റ കാര്യത്തിൽ അവർ ഒന്നായി. അങ്ങനെ 1906-ൽ റോൾസ് റോയ്സ് എന്ന കമ്പനി ഔദ്യോഗികമായി തുടങ്ങി. പക്ഷേ വെറുതെ ഒരു കമ്പനി തുടങ്ങിയാ പോരല്ലോ. അതൊരു ലോകോത്തര ബ്രാൻഡായി മാറിയതിനു പിന്നിലും ചില കാരണങ്ങളുണ്ട്. അവരുടെ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നറിയാൻ അവരുടെ പരസ്യം നോക്കിയാൽ മതി. ലോകത്തിലെ നല്ല കാറുകളിലൊന്ന് എന്നല്ല അവർ പറഞ്ഞത്, ലോകത്തിലെ ഏറ്റവും മികച്ച കാറ് എന്ന് തന്നെയാണ്. അതൊരു വെറും പരസ്യവാചകമായിരുന്നില്ല, തങ്ങളുടെ പ്രോഡക്റ്റിലുള്ള ഉറച്ച വിശ്വാസമായിരുന്നു അത്. ആ ഒരൊറ്റ വാചകം അവരുടെ ബ്രാൻഡിനെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ചു. പക്ഷേ
ഈ കഥയിലെ റോൾസും റോയ്സും മാത്രമല്ല, അധികമാരും ശ്രദ്ധിക്കാത്ത മൂന്നാമതൊരാൾ കൂടിയുണ്ട്, ക്ലോഡ് ജോൺസൺ. അദ്ദേഹത്തെ റോൾസ് റോയ്സിലെ ഹൈഫൻ എന്നാണ് വിളിച്ചിരുന്നത്. അതായത് റോൾസ് എന്ന പേരിനെയും റോയ്സ് എന്ന പേരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഹൈഫനിലെ അതായിരുന്നു ക്ലോഡ് ജോൺസൺ. റോയ്സിന്റെ എഞ്ചിനീയറിംഗ് ബ്രില്യൻസും റോൾസിന്റെ സെയിൽസ്മാൻഷിപ്പും ഒരുമിച്ച് കൊണ്ടുപോയത് ഈ ബിസിനസ് ജീനിയസായിരുന്നു. അപ്പോ കമ്പനി വലിയ വിജയമായി മുന്നോട്ട് കുതിക്കുകയാണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ചാൾസ് റോൾസിന് സാഹസികത ഒരു ഹരമായിരുന്നുവെന്ന്. ആ അഭിനിവേശം അദ്ദേഹത്തെ ഒരു ദുരന്തത്തിലേക്കാണ് നയിച്ചത്. 1910 റോൾസ് ഒരു ചരിത്രം തന്നെ സൃഷ്ടിച്ചു. ഇംഗ്ലീഷ് ചാനൽ നിർത്താതെ അങ്ങോട്ടുമിങ്ങോട്ടും വിമാനത്തിൽ പറന്ന ആദ്യത്തെ മനുഷ്യനായി അദ്ദേഹം മാറി. അതൊരു വലിയ നേട്ടം തന്നെയായിരുന്നു. പക്ഷേ ആ വലിയ നേട്ടം ആഘോഷിച്ച് ഒരു മാസം തികയും മുൻപ് ഒരു വിമാനാപകടത്തിൽ ചാൾസ് റോൾസ് മരിച്ചു. അദ്ദേഹത്തിന് അന്ന് വെറും 32 വയസ്സായിരുന്നു പ്രായം. ബ്രിട്ടനിൽ ഒരു വിമാനാപകടത്തിൽ മരിക്കുന്ന ആദ്യത്തെയാളും റോൾസ് ആയിരുന്നു. റോൾസിന്റെ അപ്രതീക്ഷിത മരണം കമ്പനിക്ക് വലിയൊരു ആഘാതമായിരുന്നു. പക്ഷേ ഹെൻറി റോയ്സിന്റെ ഒരു ഫിലോസഫി ഉണ്ടായിരുന്നു. അതാണ് കമ്പനിയെ മുന്നോട്ട് നയിച്ചത്. ചെയ്യുന്ന കാര്യം എന്തായാലും അതിൽ പെർഫെക്ഷനു വേണ്ടി ശ്രമിക്കുക. നിലവിലുള്ളതിൽ ഏറ്റവും നല്ലതിനെടുത്ത് അതിനെ കൂടുതൽ മെച്ചപ്പെടുത്തുക. ഇനി അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അത് പുതുതായി ഡിസൈൻ ചെയ്യുക. ഈ ഒരു ചിന്തയാണ് ഇന്നും റോൾസ് റോയ്സിന്റെ കാതൽ. ആ പെർഫെക്ഷനോടുള്ള റോയ്സിന്റെ പാഷൻ എത്രത്തോളം ഉണ്ടായിരുന്നെന്നോ? 70-ാം വയസ്സില് തന്റെ മരണക്കിടക്കയിൽ വെച്ചാണ് അദ്ദേഹം അവസാനത്തെ ഡിസൈൻ സ്കെച്ച് വരച്ചത്. ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ അദ്ദേഹം തന്റെ ജോലി തുടർന്നു. ആ ഒരു ഡെഡിക്കേഷനാണ് റോൾസ് റോയ്സ് എന്ന ബ്രാൻഡിന്റെ അടിത്തറ. അപ്പോ ഈ കഥ കേട്ട് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഒരു വലിയ ലെഗസി ഉണ്ടാക്കുന്നത്? റോയ്സിനെ പോലെ പെർഫെക്ഷനു വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെക്കുന്നതാണോ? അതോ റോൾസിനെ പോലെ പാഷനും സാഹസികതയും കൊണ്ട് മുന്നോട്ടു പോകുന്നതാണോ? ഒരു പക്ഷേ ഈ രണ്ടും ചേരുമ്പോഴായിരിക്കാം ഒരു ഇതിഹാസം പിറക്കുന്നത്, അല്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു?